എത്ര കട്ടാലും ഈ വീട്ടിലെ പ്രാരാബ്ദം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രാരാബ്ദം അങ്ങോട്ട് ഇറക്കി വയ്ക്കുമ്പോൾ അടുത്ത പ്രാരാബ്ദം എടുത്ത് തലേ വെക്കും. ഇതെന്തോ തീരുമ്പോൾ പണി തരാൻ ഞാൻ കുപ്പി നിന്ന് പൂ തോന്നണോന്നാ? അതെ, ഒരു വീടാകുമ്പോൾ പ്രാരാബ്ദവും ബുദ്ധിമുട്ടൊക്കെ ഒക്കെ ഉണ്ടാവും. അതൊക്കെ താങ്ങാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ എന്തിനാ കല്യാണം കഴിച്ചത്? അതാണ് എനിക്കും പറയാനുള്ളത്. കല്യാണം കഴിച്ചത് അബദ്ധമായിപ്പോയി. ആഹാ, അപ്പോൾ ഒരു കുഞ്ഞുണ്ടായാൽ നിങ്ങൾക്ക് അബദ്ധമായി പോയോ? ഓ, അവനെൻ്റെ പുന്നാര മോനല്ലേടി. എങ്കിലേ ആ പുന്നാര മോൻ അനന്തോന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ പൈസ ചോദിച്ചത്. അവൻ എനിക്കൊരു MBA കാരനാക്കണം, അതാണ് എൻ്റെ സ്വപ്നം. അത് അതിമോഹമല്ലേ ശ്രീകലെ? കള്ളൻ്റെ മോൻ കള്ളനാവുന്നതല്ലേ നല്ലത്? ഓ, മോനെ കള്ളനാക്കാൻ നോക്കുന്നൊരു അച്ഛൻ. അമ്മേ, ഞാനേ ഈ MBA പഠിച്ചു കഴിഞ്ഞിട്ടേ ഒരു ഹൈടെക് കള്ളനാൻ പോവാ. ഹൈടെക്? അതെന്ത് കള്ളൻ? അതായത് ഈ അച്ഛനും മാമനെ പോലെ രാത്രി ആകുമ്പോഴത്തേക്ക് ചക്കയും മാങ്ങ തേങ്ങ മോട്ടിക്കുന്ന കള്ളനല്ല. കമ്പ്യൂട്ടറിലൂടെ നമ്മുടെ നാട്ടുകാരുടെയൊക്കെ പൈസ, ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് അത് മോട്ടിക്കുന്ന ഒരു ഹൈടെക് കള്ളൻ. എൻ്റെ മോൻ ഒരു ഹൈടെക് കള്ളനായിട്ട് വേണം ഈ അച്ഛൻ ഒന്നിരുന്ന് വിശ്രമിക്കാൻ. അച്ഛൻ്റെ മോൻ്റെ സ്വപ്നങ്ങളൊന്നുമേ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ നടക്കത്തില്ല. എന്ത് അളിയാ, ഐശ്വര്യമായിട്ട് ഈ നോട്ടീസ് ഒന്ന് കൈപ്പറ്റി എന്താ പറയാ? അത് വായിച്ച് നോക്ക്. ഒന്ന് വായിച്ചാണോ മോനെ? കാണാൻ വയ്യ. അത് കാണാൻ പറ്റാത്തില്ല, വായിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പോരെ. ആയിരാ. കായംകുളം കൊച്ചുണ്ണി നമ്മുടെ ഐശ്വര്യം. കള്ളന്മാരുടെ കുലഗുരുവായ കായംകുളം കൊച്ചുണ്ണി നമ്മുടെ ആരാധ്യനാണ്. എപ്പോഴും നമ്മൾ കളവ് ചെയ്യുന്നതിന് മുമ്പ് കായംകുളം കൊച്ചുണ്ണിയെ സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. വീടുകളിൽ കായംകുളം കൊച്ചുണ്ണി ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെക്കുകയും ചെയ്യണം. ഈ നോട്ടീസിന്റെ 10 കോപ്പികളെടുത്ത് കള്ളന്മാർക്ക് വിതരണം ചെയ്താൽ ആ കള്ളനും കുടുംബത്തിനും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകും. വിതരണം ചെയ്തില്ലെങ്കിൽ പോലീസുകാരുടെ നിരന്തര ഉപദ്രവവും കേസുകളിൽപ്പെട്ട് ജയിലിൽ ജീവിതം ഒടുങ്ങുകയും ചെയ്യുമെന്ന് പണി. എന്റെ കളിയാ, എന്റെ കയ്യിൽ നിന്ന് അവസാനത്തെ നോട്ടീസാ ഞാൻ അളിയന് കൊണ്ട് തന്നത്. അപ്പൊ എന്റെ കാര്യമോ? അളിയൻ ഈ നോട്ടീസിന്റെ 10 കോപ്പി എടുത്ത് വിതരണം ചെയ്യും. അടിക്കടി പൈസ അങ്ങോട്ട് ഉണ്ടാവത്തില്ലേ? എന്തിനാണ് ശ്യാമള നീ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോകുന്നത്? എന്റെ പൊന്നിച്ചായി, ഈ നോട്ടീസ് വിതരണം ചെയ്തുണ്ടാകുന്ന സമ്പത്തിട്ട് ആർക്കതിന്റെ ഗുണം? നിങ്ങൾക്കാണോ? അച്ഛനെ നൈസായിട്ടങ്ങ് തേച്ചെല്ലിയോ? നോട്ടീസ് വിതരണം ചെയ്താൽ ചില്ലറ വരുമാനമില്ല ഇങ്ങോട്ട് വരാമെന്ന് തന്നെ. ഇപ്പം ഞാൻ നോട്ടീസ് വിതരണം ചെയ്താൽ ഉടനെ എനിക്ക് സമ്പത്ത് വരും, ഞാനങ്ങ് ഓഡീഷനാവും. നിങ്ങൾക്ക് അങ്ങനെ ഇരുന്നാൽ മതിയോ? 10 അല്ല 20 നോട്ടീസ് അടി. അതിനകത്ത് എല്ലാത്തിലും എന്റെ ഓരോ ഫോട്ടോ വെച്ച് അങ്ങ് വിതരണം ചെയ്യോ. ഇരട്ടി ഭാഗ്യം ആവട്ടെ. എങ്ങനെയെങ്കിലും ഇത്തിരി പണക്കാരായിട്ട് വേണം ഒരു മന്ദാകിനി അല്ല ലംബോഗിനി കാലില് വിലസാൻ. അത് അതിമോഹമല്ലേ? അതെന്തൊരു വർത്താനമാണിയാ? ലംബോർഗിനി കാർ മേടിച്ചിട്ടുണ്ട് എനിക്ക് അതിനകത്ത് പെണ്ണ് കാണാൻ പോവാൻ. എന്റെ പൊന്നളിയാ, നോക്കിക്കൊണ്ടിരിക്കുക. നോട്ടീസിന്റെ കോപ്പി എടുത്തുക. ഇന്ന് മുതൽ നമ്മൾ വിതരണം ആരംഭിക്കുന്നു. കായംകുളം കൊച്ചുണ്ണി വീടിന്റെ ഐശ്വര്യം.